ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ഡൽഹിയിൽ പ്രക്ഷോഭ രംഗത്തുള്ള കർഷക സംഘടനകളുമായി കേന്ദ്ര സർക്കാർ ചർച്ച തുടരും. 16ാമത് പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വിർച്വലായി ഉദ്ഘാടനം ചെയ്യും. കോവിഡ് വാക്സിൻ വിതരണത്തിന്റെ മുന്നോടിയായ ഡ്രൈ റൺ രാജ്യത്ത് വിജയകരമായി നടന്നു. രാജ്യത്ത് തീവ്ര കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 82ആയി. കേരളത്തിൽ ഇന്ന് 5142 പേർക്ക് കോവിഡ്. നേട്ടങ്ങളും പ്രഖ്യാപനങ്ങളുമായി LDF സർക്കാരിന്റെ അവസാന നയപ്രഖ്യാപനം. വാർത്തകൾ വിശദമായി. ഡൽഹിയിൽ പ്രക്ഷോഭ രംഗത്തുള്ള കർഷക സംഘടനകളുമായി കേന്ദ്ര സർക്കാർ ചർച്ച തുടരും. ഈ മാസം 15നാണ് 9ാം വട്ട ചർച്ച. ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ കേന്ദ്രമന്ത്രിമാരായ നരേന്ദ്രസിംഗ് തോമർ, പീയൂഷ് ഗോയൽ എന്നിവർ കർഷക സംഘടനകളുമായി ഇന്ന് നടത്തിയ 8ാം വട്ട ചർച്ചയിലാണ് തീരുമാനം. കാർഷിക നിയമങ്ങളെക്കുറിച്ച് ചർച്ച നടത്തിയെങ്കിലും തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ലെന്ന് മന്ത്രി നരേന്ദ്രസിംഗ് തോമർ മാധ്യമങ്ങളെ അറിയിച്ചു. നിയമങ്ങൾ റദ്ദാക്കുന്നത് ഒഴികെ കർഷക യൂണിയനുകൾ നൽകുന്ന ഏത് നിർദ്ദേശങ്ങളും പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു. നിയമങ്ങളെ പിന്തുണയ്ക്കുന്നവരും രാജ്യത്തുണ്ട്. അവരുമായും സർക്കാർ കൂടിക്കാഴ്ച നടത്തുമെന്നും ശ്രീ തോമർ പറഞ്ഞു. ഫ്രഞ്ച് പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഇമ്മാനുവൽ ബോൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ചു. പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടന്ന ചർച്ചയിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി ആഗോള വിഷയങ്ങൾ ചർച്ച ചെയ്തു. 16ാമത് പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വിർച്വലായി ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനത്തെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അഭിസംബോധന ചെയ്യും. വിശദാംശങ്ങളുമായി പ്രിയ സുബലക്ഷ്മി. വിദേശ ഇന്ത്യക്കാർക്ക് ബന്ധപ്പെടാനും വിവിധ മേഖലകളിൽ പ്രഗത്ഭരായവരെ ആദരിക്കുന്നതിനുമായാണ് വിദേശകാര്യ മന്ത്രാലയം എല്ലാ വർഷവും ഈ ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. സ്വയം പര്യാപ്ത ഇന്ത്യയ്ക്ക് സംഭാവന എന്നതാണ് 2021 16ാമത് സമ്മേളനത്തിന്റെ ആശയം. 2020-21 പ്രവാസി ഭാരതീയ സമ്മാന പുരസ്കാര ജേതാക്കളുടെ പേര് വിവരങ്ങളും സമ്മേളനത്തിൽ പ്രഖ്യാപിക്കും. ഇത്തവണ 3 ഘട്ടമായി നടത്തുന്ന പ്രവാസി സമ്മേളനത്തിൽ സുരിനാം പ്രസിഡന്റ് ചന്ദ്രിക പ്രസാദ് സന്തോക്കിയാണ് മുഖ്യാതിഥി. ഉദ്ഘാടന സമ്മേളനത്തിന് തുടർന്ന് 2 പ്ലീനറി സമ്മേളനങ്ങളും നടക്കും. ഭാരതത്തിന്റെ സ്വയം പര്യാപ്തതയിൽ പ്രവാസി ഇന്ത്യക്കാരുടെ പങ്ക് എന്ന ആദ്യ പ്ലീനറി സമ്മേളനത്തിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രിയും വാണിജ്യ വ്യവസായ മന്ത്രിയും സംസാരിക്കും. കോവിഡിന് ശേഷമുള്ള വെല്ലുവിളികൾ സംബന്ധിച്ച 2ാമത്തെ പ്ലീനറി സമ്മേളനത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രിയും വിദേശകാര്യ സഹമന്ത്രിയും അഭിസംബോധന ചെയ്യും. വിദഗ്ധരായ പ്രവാസി ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തിയുള്ള പാനൽ ചർച്ചകളും ഇതോടൊപ്പം നടക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാജ്യത്ത് കോവിഡ് വാക്സിൻ വിതരണത്തിന്റെ മുന്നോടിയായ ഡ്രൈ റൺ വിജയകരമായി നടന്നു. വിവിധ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 736 ജില്ലകളിലാണ് 2ാം ഘട്ട മാതൃകാ പരിശീലന പരിപാടി നടന്നത്. കോവിഡ് വാക്സിൻ എത്തുമ്പോൾ വിതരണം സുഗമമാക്കുന്നതിനായാണ് വിപുലമായ രീതിയിൽ 2ാമതും ഡ്രൈ റൺ നടത്തിയത്. കുത്തിവയ്പ് ഒഴികെ വാക്സിൻ വിതരണത്തിലെ മറ്റെല്ലാ നടപടികളും ഡ്രൈ റണ്ണിൽ ഉൾപ്പെടുത്തിയിരുന്നു. കോവിഡ് വാക്സിൻ വിതരണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ചെന്നൈയിൽ ഡ്രൈ റൺ വിലയിരുത്തിയ ശേഷം കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ അറിയിച്ചു. ഇന്ത്യയിൽ നിന്നും പോളിയോ നിർമ്മാർജ്ജനം ചെയ്തതുപോലെ കോവിഡിനെ കേന്ദ്ര സർക്കാർ ഉന്മൂലനം ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു. 2025 മുൻപ് രാജ്യത്തു നിന്നും ക്ഷയരോഗവും ഇല്ലാതാക്കുമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിയെ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയൊട്ടാകെ പോളിയോ വാക്സിൻ വിതരണം ഈ മാസം 17 ആരംഭിക്കും. വാക്സിനേഷൻ ഈ മാസം 20 വരെ തുടരുമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. കേരളത്തിലും കോവിഡ് വാക്സിൻ കുത്തിവയ്പ്പിനുള്ള 2ാം ഘട്ട ഡ്രൈ റൺ വിജയകരമായി പൂർത്തിയാക്കി. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലുമായി 46 കേന്ദ്രങ്ങളിലായാണ് ഡ്രൈ റൺ നടന്നത്. ഡ്രൈ റൺ നടത്തിയ ഉദ്യോഗസ്ഥരെയും ആരോഗ്യവകുപ്പ് ജീവനക്കാരെയും ആരോഗ്യമന്ത്രി കെ ശൈലജ അഭിനന്ദിച്ചു. കോവിഡ് വാക്സിൻ എപ്പോൾ എത്തിയാലും എത്രയും വേഗം വിതരണം ചെയ്യാൻ സംസ്ഥാനം തയ്യാറാണെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം.
കേരളത്തിൽ ഇന്ന് 5142 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ ശൈലജ അറിയിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 59,569 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 8.63 രോഗസ്ഥിരീകരണ നിരക്ക്. അടുത്തിടെ യിൽ നിന്നും വന്ന 50 കോവിഡ് ബാധിതരിൽ 6 പേർക്കാണ് ജനിതക വകഭേദം വന്ന വൈറസ് ബാധിച്ചതായി കണ്ടെത്തിയത്. 23 മരണങ്ങളും കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. 5325 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. അതിനിടെ സംസ്ഥാനത്തെ കോവിഡ് ബാധയെക്കുറിച്ച് പരിശോധിക്കാൻ നിയോഗിച്ച കേന്ദ്ര സംഘം കൊച്ചിയിലെത്തി. രാജ്യത്ത് ജനിതക മാറ്റം വന്ന SARS-CoV-2 വൈറസ് ബാധിച്ചവരുടെ എണ്ണം 82 ആയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ബ്രിട്ടനിൽ നിന്നും എത്തിയവരാണ് ഇതിൽ ഭൂരിഭാഗവും. ഇവരെ പ്രത്യേക നിരീക്ഷണത്തിൽ ആക്കിയിട്ടുണ്ട്. അതിനിടെ കോവിഡ് മുക്തി നിരക്കിൽ ഇന്ത്യ ആഗോളതലത്തിൽ മുന്നിൽ തുടരുകയാണ്. 96.39% നിലവിലെ മുക്തി നിരക്ക്. ലോകത്ത് ഇതുവരെ 8,84,00,000-ലധികം പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. മരണസംഖ്യ 19 ലക്ഷം കടന്നു. സംസ്ഥാനത്ത് 25,000 പേർക്ക് കൂടി പട്ടയം നൽകുമെന്നും ലൈഫ് പദ്ധതി 2ാം ഘട്ടം നടപ്പാക്കുമെന്നും LDF സർക്കാരിന്റെ അവസാന നയപ്രഖ്യാപനം. ടൂറിസം മേഖലയിലെ ജീവനക്കാർക്കായി സഹകരണ ബാങ്കുകളുടെ സഹായത്തോടെ വായ്പാ പദ്ധതി നടപ്പിലാക്കുമെന്ന് സർക്കാരിനു വേണ്ടി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമസഭയിൽ നടത്തിയ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞു. ഖാദി ബോർഡ് വഴി 5,000 പേർക്ക് തൊഴിൽ നൽകും. ഫോൺ പദ്ധതിയുമായി മുന്നോട്ടു പോകും. കോവിഡ് കാലത്ത് സംസ്ഥാനത്ത് ആരും പട്ടിണി കിടക്കാതിരുന്നത് സർക്കാർ സൌജന്യ റേഷൻ നൽകിയത് മൂലമാണെന്നും നയപ്രഖ്യാപനം വ്യക്തമാക്കുന്നു. കാർഷിക നിയമം താങ്ങുവില സമ്പ്രദായത്തെ ബാധിക്കുകയും പൂഴ്ത്തിവയ്പ്പിന് കളമൊരുക്കുകയും ചെയ്യുമെന്നും ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കി. 14ാം കേരള നിയമസഭയുടെ 22ാമത്തെയും അവസാനത്തെയും സമ്മേളനത്തിനാണ് ഇന്ന് തുടക്കമായത്. രാവിലെ സഭ ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. പിന്നീട് നയപ്രഖ്യാപന പ്രസംഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയ പ്രതിപക്ഷം സഭാ കവാടത്തിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. തിങ്കളാഴ്ച നയപ്രഖ്യാപനത്തിനുള്ള നന്ദി പ്രമേയ അവതരണവും ചർച്ചയുമാണ്. ഈ മാസം 15-നാണ് ധനമന്ത്രി തോമസ് ഐസക് ബജറ്റ് അവതരിപ്പിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റേത് പൊള്ളയായ നയപ്രഖ്യാപനമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. സർക്കാരിന്റെ അഴിമതിക്കും കൊള്ളയ്ക്കുമെതിരെയാണ് പ്രതിപക്ഷമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലോക്ഡൌൺ കാലത്ത് കേന്ദ്രം സൌജന്യ റേഷൻ അനുവദിച്ചതുകൊണ്ടാണ് രാജ്യം പട്ടിണിയിൽ നിന്നും രക്ഷപ്പെട്ടതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. ആരെയും പട്ടിണിക്കിടാത്ത സർക്കാരാണെന്ന മുഖ്യമന്ത്രിയുടെ അവകാശവാദം കേന്ദ്ര സർക്കാരിന്റെ നേട്ടമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാലാരിവട്ടം പാലം അഴിമതി കേസിൽ മുൻ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. ആരോഗ്യനില പരിഗണിച്ചാണ് കേസിലെ 5ാം പ്രതിയായ ഇബ്രാഹിം കുഞ്ഞിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. 2 ലക്ഷം രൂപ ബോണ്ടായി കെട്ടിവയ്ക്കണം. സ്പീക്കറുടെ അസിസ്റ്റന്റ് സെക്രട്ടറി K അയ്യപ്പനെ കസ്റ്റംസ് അധികൃതർ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ഇന്നു രാവിലെയാണ് അദ്ദേഹം കൊച്ചി ഓഫീസിൽ ചോദ്യം ചെയ്യലിനായി ഹാജരായത്. പക്ഷിപ്പനി നിയന്ത്രിക്കുന്നതിന് കർമ്മ പദ്ധതി അനുസരിച്ച് നടപടികൾ സ്വീകരിക്കാൻ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നിർദ്ദേശം നൽകി. ഇതുവരെ കേരളം, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഹിമാചൽ പ്രദേശ്, ഹരിയാന, ഗുജറാത്ത് എന്നീ 6 സംസ്ഥാനങ്ങളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളത്. പക്ഷിപ്പനി ബാധിച്ച കേരളത്തിലെ 2 ജില്ലകളിലും കേന്ദ്രസംഘം നാളെ സന്ദർശനം നടത്തും. പുതിയ കൊറോണ രോഗവ്യാപനത്തെ തുടർന്ന് നിർത്തിവച്ചിരുന്ന ഇന്ത്യയിൽ നിന്നും ബ്രിട്ടനിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾ പുനരാരംഭിച്ചു. 256 യാത്രക്കാരുമായി UK-യിൽ നിന്നുള്ള ഒരു വിമാനം ഇന്ന് രാവിലെ ഡൽഹിയിലെത്തി. ആഴ്ചയിൽ 30 വിമാനങ്ങൾ വീതം സർവീസ് നടത്താനാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ധാരണയെന്ന് സിവിൽ വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് പോയ വർഷം വസ്ത്രനിർമ്മാണ വ്യവസായത്തിൽ മികച്ച മുന്നേറ്റമുണ്ടായതായി ടെക്സ്റ്റൈൽ മന്ത്രാലയം. വസ്ത്രനിർമ്മാണ സാങ്കേതിക വിദ്യയിൽ ആഗോള നേതൃത്വമെന്ന ലക്ഷ്യത്തോടെ മൊത്തം 1480 കോടി രൂപയുടെ പദ്ധതിയാണ് നടപ്പാക്കി വരുന്നത്. കോവിഡ് പ്രതിരോധ നടപടികളുടെ ഭാഗമായ PPE കിറ്റ് നിർമ്മാണത്തിൽ ലോകത്ത് 2ാം സ്ഥാനത്തെത്താനും ഈ പദ്ധതികളിലൂടെ ഇന്ത്യയ്ക്ക് കഴിഞ്ഞു. രാജ്യത്തെ എല്ലാ ജവാന്മാരുടെയും സായുധ സേനയുടെയും ക്ഷേമത്തിനായി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ്. സായുധ സേനാ ക്യാന്റീനുകളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നതിനായി സജ്ജീകരിച്ച ഓൺലൈൻ പോർട്ടലിന്റെ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉത്തർപ്രദേശിലെ ബദായൂൺ ജില്ലയിൽ കൂട്ടബലാത്സംഗത്തിനിരയായി വീട്ടമ്മ മരിച്ച സംഭവത്തിലെ പ്രധാന പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഡൽഹിയിൽ പ്രക്ഷോഭരംഗത്തുള്ള കർഷക സംഘടനകളുമായി കേന്ദ്ര സർക്കാർ ചർച്ച തുടരും. 16ാമത് പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വിർച്വലായി ഉദ്ഘാടനം ചെയ്യും. കോവിഡ് വാക്സിൻ വിതരണത്തിന്റെ മുന്നോടിയായ ഡ്രൈ റൺ രാജ്യത്ത് വിജയകരമായി നടന്നു. രാജ്യത്ത് തീവ്ര കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 82ആയി. കേരളത്തിൽ ഇന്ന് 5142 പേർക്ക് കോവിഡ്. നേട്ടങ്ങളും പ്രഖ്യാപനങ്ങളുമായി LDF സർക്കാരിന്റെ അവസാന നയപ്രഖ്യാപനം. വാർത്തകൾ കഴിഞ്ഞു.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം ഇനി രാത്രി 9:00.